കോഴിക്കോട് താമരശ്ശേരി പഞ്ചായത്ത് ഓഫീസിൽ ഓട്ടോ ഡ്രൈവറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. താമരശ്ശേരി സ്വദേശി മുരളീധരനാണ് മരിച്ചത്. പഞ്ചായത്ത് ഓഫീസിന്റെ ഗോവണിപ്പടിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇവരുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, എപ്പോഴായിരുന്നു സംഭവം? KP ഇന്നലെ രാത്രിയിൽ ആണെന്നാണ് കരുതുന്നത്. അതായത് ഇന്ന് രാവിലെയാണ് ഓട്ടോ ഡ്രൈവറായ മുരളീധരനെ താമരശ്ശേരി പഞ്ചായത്ത് ഓഫീസിൻ്റെ സമീപത്തുള്ള അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഗോവണിപ്പടിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയിൽ ഓട്ടോ ഓടിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം ഇവിടെ എത്തിയതായിരുന്നു എന്നാണ് കുടുംബം, ബന്ധുക്കൾ പറയുന്നത്. ബന്ധുക്കളും സുഹൃത്തുക്കളും അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ എന്താണ് മരണകാരണം അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്നുള്ളത് വ്യക്തമല്ല. പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം ഈ ടൗണിൽ തന്നെയാണ് ഓട്ടോ ഓടിക്കുന്നത്. അതായത് പഞ്ചായത്ത് ഓഫീസും ഈ ഓട്ടോ സ്റ്റാൻഡും തമ്മിൽ തൊട്ടടുത്താണ്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡും ഉള്ളത്. മൂന്നും അടുത്തടുത്താണ്. ഈ സമയത്ത് ഇദ്ദേഹം രാത്രിയിൽ ഓട്ടോ ഓടിക്കാൻ ഇവിടെ വന്ന സമയത്ത് രാത്രിയിൽ എപ്പോഴാണ് ഈ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള ഗോവണിപ്പടിയിൽ ആത്മഹത്യ ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓട്ടോ എടുത്തതുമായി ബന്ധപ്പെട്ട് ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഫിനാൻസിൽ നിന്നും പണം വാങ്ങിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവർ ഫിനാൻസുകാർ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിയിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മാനസിക സംഘർഷമാണ് ഇദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് എത്തിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ ആണ് നാട്ടുകാർ ഇത് കണ്ടത്. പിന്നീട് സംഭവ സ്ഥലത്തേക്ക് പോലീസ് എത്തി. ഇപ്പോൾ നിലവിൽ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. KP ശിവദാസ്, ഇവിടെ ഈ പഞ്ചായത്ത് ഓഫീസിന്റെ ഗോവണിപ്പടിയിലാണല്ലോ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമാണോ ഈ കാരണം? അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? KP പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം നിലവിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പഞ്ചായത്ത് ഓഫീസിലേക്ക് പോയിട്ടില്ല, അല്ലെങ്കിൽ നിലവിൽ അത്തരത്തിലുള്ളൊരു ആവശ്യം പഞ്ചായത്ത് ഓഫീസുമായി ഇല്ല എന്നാണ് കുടുംബം പറയുന്നത്. പഞ്ചായത്ത് ഓഫീസും അതോടൊപ്പം തന്നെ ഈ ഓട്ടോ സ്റ്റാൻഡും തമ്മിൽ തൊട്ടടുത്താണ്. അങ്ങനെ രാത്രി ഈ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഓട്ടോ ഓടിക്കാൻ വന്ന സമയത്ത് ഏതോ ഒരു സമയത്ത് രാത്രിയിൽ എപ്പോഴോ ഇദ്ദേഹം ഈ പഞ്ചായത്ത് ഓഫീസ് തൊട്ടടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള പഞ്ചായത്ത് ഓഫീസ് ഗോവണിപ്പടിയിൽ പോയി തൂങ്ങി മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓട്ടോ വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ഫിനാൻസിൽ നിന്നും ചില സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും ചില പണം എടുത്തിരുന്നു ഓട്ടോ വാങ്ങുന്നതിന് വേണ്ടി. അത് പിന്നീട് കടമായി മാറിയിട്ടുണ്ട്. കൂടുതൽ അടയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില മാനസിക സംഘർഷവും ഫിനാൻസുകാർ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അത് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു മാനസിക സംഘർഷമാണ് ഇപ്പോൾ ആത്മഹത്യയിലേക്ക് എത്തിച്ചത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും, തൊട്ടടുത്ത മണിക്കൂറുകളിൽ ലഭ്യമാകും. ശിവദാസ് കന്മനുമാണ് വിശദാംശങ്ങൾ നൽകിയത്.